ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് നമ്മൾ നേരെ കയറുന്നത് MLA യുടെ ഓഫീസിലേക്കാണ്. ഈ ഡോർ വഴിയാണ് അകത്തേക്ക് എത്തേണ്ടത്. ഇത് റിസപ്ഷൻ സൗകര്യമാണ്. അതിനുശേഷമാണ് ആ കാണുന്ന ചെറിയ മുറിയിലാണ് ഇപ്പോൾ കൗൺസിലർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിലൊരു സ്ഥലപരിമിതി മാത്രമല്ല, ഈ ഒരു രേഖകളടക്കം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മുറി എന്ന് പറയുന്നത് ബാത്റൂം പോലെയുള്ള ഒരു മുറിയാണെന്നാണ് ഇപ്പോൾ കൗൺസിലറടക്കം പരാതിപ്പെട്ടിട്ടുള്ളത്. ഇതൊരു മുറി എന്ന രീതിയിൽ വേണമെങ്കിൽ പരിഗണിക്കാം. ഒരു മുറി പാർട്ടീഷൻ ചെയ്തുകൊണ്ട് 2 ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. ആ ഒരു പ്രവർത്തന രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ശ്രീലേഖ IPS പ്രതികരിച്ചത്. ഇപ്പം നമുക്ക് ഈ ദൃശ്യങ്ങളടക്കം കാണുന്ന ഈ ഒരു മുറിയാണ് മുൻ കൗൺസിലറടക്കം ഉപയോഗിച്ചിരുന്നത്. വളരെ ചെറിയൊരു സൗകര്യം മാത്രമേ ഉള്ളൂ. അത് അഭ്യർത്ഥന നടത്തുന്നു. ഒപ്പം ഈ ഒരു മുറിയുടെ അത്ര തന്നെ വലുപ്പമുള്ള മറ്റൊരു മുറി, അതാണ് ഈ ഒരു ബാത്റൂം എന്ന രീതിയിൽ നമ്മോട് നേരത്തെ പ്രതികരിച്ച കൗൺസിലർ പറഞ്ഞത്. അതിലകത്ത് കാണാമെന്നൊക്കെ ഈ ഒരു ഷെൽഫ് അടക്കമുള്ള സാധനങ്ങൾ, അതായത് നഗരസഭയുമായി ബന്ധപ്പെട്ട ഫയലുകളടക്കം സൂക്ഷിച്ചിരിക്കുന്ന ഈ മുറിക്കകത്താണ്. മുൻപുള്ള കൗൺസിലർ, അതായത് അവരുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഓഫീസ് മുറി അധികം ഉപയോഗിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ബുദ്ധിമുട്ടായി ഉടലെടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. മുൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥയായ ശ്രീലേഖ IPSന് ഈ ഒരു മുറി ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ബാത്റൂം സൗകര്യമില്ല. ഇവിടെ തുടരുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നിടക്കാണ് ഈ ഒരു ശ്രീലേഖയുടെ ആവശ്യത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ ഇനി ഒരു അഭ്യർത്ഥന മാത്രം എന്ന രീതിയിലാണ് ഇപ്പോൾ കൗൺസിലറടക്കം പ്രതികരിച്ചത്. ഫോൺ വഴി ആവശ്യപ്പെട്ടു. അതായത് കൂടുതൽ ഇനി മാർച്ച് വരെ സമയമുണ്ട്. ഈ ഒരു കരാറിലടക്കം മാർച്ച് വരെ സമയമുണ്ടെങ്കിൽ പോലും അതൊരു അഭ്യർത്ഥന, അതായത് ന്യായമായ സൗഹൃദപരമായ ഒരു അഭ്യർത്ഥന എന്നാണ് പ്രതികരിച്ചത്.